بسم الله الرحمن الرحيم 19 വയസ്സുകാരിയായ ഒരു സ്ത്രീ രോഗിയായി കിടന്നു. 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടി അടുത്തിരുന്നും പരിചരിക്കും. രണ്ടാൾക്കുമിടയിൽ 6 വയസ്സുള്ള ഒരു പിഞ്ചുബാലൻ ഇങ്ങനെ ഇരിക്കുന്നു ചന്ദ്രശോഭയോടെ. പഠിച്ചോനെ, റസൂലുള്ളാഹിന്റെ വലിയ സംഭവം പറയുന്നതിനെക്കാട്ടിലും തീഷ്ണമല്ലേ റസൂലുള്ളാഹി ഇങ്ങനെ ഇരിക്കുന്ന രംഗം? ആരാണായിരിക്കുന്നതെന്ന് ആലോചിക്കണം. മേറാജിന്റെ രാത്രിയിൽ സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങളും മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും കടന്ന് അർശ് കുർശ് ലൗഹ ഖലം ബൈത്തുൽ ഉസ്സയും ബൈത്തുൽ മഅ്മൂറും കടന്ന് ഹത്താ ലി ബഹറിൻ നൂരി ജിബ്രീലും ദഅനി തഖദ്ദം دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم പൊയ്ക്കോളൂ നബിയേ. ആരാണ് പറയണ ആള്? ജിബ്രീൽ. എനിക്കത് കടക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഒരു തീഷ്ണത കൂടി അറിയാൻ വേണ്ടി പറയാണ്. ഉള്ളുരുകി കേൾക്കണം. റസൂലുള്ളാഹിയോട് ജിബ്രീൽ അലൈഹിസ്സലാമയോട് റസൂൽ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ജിബ്രീലെ, പൂർണ്ണമായ രൂപത്തിൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് താങ്ങാവുന്നതിലപ്പുറമാണ് നബിയെ. അല്ല, കാണണം. മക്കയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അറഫയിലേക്ക് പോകാം. അറഫ മരുഭൂമിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നു. എന്റെ നബി സമീപത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ സർവസമ്പൂർണമായ പൂർവ്വരൂപത്തിലേക്ക് അങ്ങ് വികസിച്ചു. ഹദീസിലുള്ളതാണ്, കള്ളക്കഥയല്ല. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്കും പടിഞ്ഞാറും വരെ തന്റെ ചിറകങ്ങ് വിടർത്തി ജിബ്രീൽ അലൈഹിസ്സലാം. ഓരോ ചിറകുകളിലും മുത്തും രത്നവും ഗോമേദകവും മരതകവും വജ്രവും വൈഡൂര്യവും സ്വർണവും വെള്ളിയും യാഖൂത്തും മർജാൻ. നമുക്ക് ജിബ്രീൽ എന്നൊക്കെ പറയുമ്പോൾ എത്ര നിസ്സാരമാണ്. അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസം തോന്നി. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പമാണ് ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക്. ജിബ്രീൽ തന്റെ മുത്തുനബിയുടെ അടിയിലേക്കുള്ള രൂപത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ പറഞ്ഞില്ലേ ഇത് താങ്ങാനാവാത്തതാണ്. എന്നാൽ എന്നേക്കാൾ വലിപ്പമുണ്ട് ഇസ്രാഫീലിന്. ഇസ്രാഫീൽ അല്ലാഹുവിന്റെ ഓർമ്മ വരുമ്പോൾ ഒരു കുരുവിയെ പോലെ ചുരുങ്ങിപ്പോകും നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പടച്ചോന്റെ ഓർമ്മ വന്നാൽ ഇസ്രാഫീൽ ഒരു കുരുവിയെ പോലെ ചെറുതായി പോവും. അപ്പൊ നമ്മൾ എന്താ പറയുക, 3 ഫ്ലാഷ് ബാക്കിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഒന്ന്, ആ ജിബ്രീലാണ് മുത്തുനബിയോട് ബഹറുന്നൂറിന്റെ സമീപം, അതായത് പ്രകാശക്കടലിന്റെ സമീപം. അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. റസൂലേ, എനിക്കിനി അങ്ങോട്ട് പെർമിറ്റില്ല കടക്കാൻ. അവിടെ ഈ കുട്ടിയില്ലേ, ഈ കുട്ടിയായി പിന്നെ വളർന്ന മുഹമ്മദ് മുസ്തഫ കാല് ചെരുപ്പിട്ടിട്ടങ്ങ് നടന്നു കയറി. കുട്ടികളെ എങ്ങക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ ഹദീറത്തുൽ ഖുദ്സിൽ രാജാങ്കണത്തിൽ ജബ്ബാറും ഖഹാറുമായ ജമാലായ ജലാലായ കമാലായ അരൂപിയായ അംഗങ്ങളില്ലാത്ത അവയവങ്ങളില്ലാത്ത മാറ്ററില്ലാത്ത അല്ലാഹുവിന്റെ മുമ്പിൽ ഫേസ് ടു ഫേസ് നിന്നു മുഹമ്മദ് മുസ്തഫ.
എന്തിനാണ് പറഞ്ഞെന്നറിയോ? നമ്മുടെ സങ്കല്പ സീമകൾക്കൊക്കെ അപ്പുറമുള്ള ഒന്നാണ് ഹദീറത്തുൽ ഖുദ്സ്. ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്, ജോർഡാനിൽ പോയിട്ടുണ്ട്. അപ്പൊ ജോർഡാനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ തൂർ സീന എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അവിടെ സെന്റ് കാതറിൻ എന്ന് പറയുന്ന ഒരു ചേർച്ച് ഉണ്ട്, പള്ളി. അവിടെ ബേണിംഗ് ബുഷ് എന്ന് പറയുന്ന ഒരു മരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഖുർആൻ ഏത് സൂറത്തിലാണെന്നൊക്കെ അറിയില്ല, മൂസ നബിയോട് സംസാരിക്കുന്നുണ്ട്. ഒരു രാത്രി ജോർഡാനിൽ നിന്ന് ഈജിപ്തിലേക്ക് മൂസ നബി പോവുകയാണേ. അപ്പൊ ഒരു ലൈറ്റ് വിദൂരത്ത് കണ്ടു. അപ്പൊ മൂസ നബി തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് തീ കിട്ടും യാത്രയ്ക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കിട്ടും. അങ്ങനെയാണ് തൂർ സീന എന്ന് പറയുന്ന മലയുടെ താഴ്വരയിൽ ഒറ്റക്ക് മൂസ നബി പോയി നിൽക്കുന്നത്. അള്ളാഹു സംസാരിക്കുകയാണ് മൂസ നബിയോട്. ആ മരം പ്രകാശിച്ചു. ഖുർആൻ അത് പറയുന്നുണ്ട്. 1001 രാവിലെ അറബി കഥയല്ല. അള്ളാഹു പറയുന്നുണ്ട്, ഫഖ്ലഅന അലൈക യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. നിങ്ങൾ തുവാ മലയുടെ താഴ്വരയിലാണ്, ചെരിപ്പഴിക്കോ മൂസ. മൂസ നബി ചെരിപ്പൊക്കെ കഴിച്ചു. അള്ളാഹിനോട് പറയുന്നുണ്ട്, പടച്ചോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. കാണാൻ പറ്റൂല മൂസ, എനിക്ക് കാണാൻ തോന്നുന്നു. അല്ലാഹ് കാണാൻ പറ്റൂല മൂസ. എനിക്കെന്റെ ഹൃദയത്തിന് ഒരു തുമനീനത്ത് കിട്ടാനാണ്, ഒന്ന് കാണണം അല്ലാഹ്. അപ്പൊ പറഞ്ഞു, കണ്ണടക്കും മൂസ. കണ്ണടച്ചു. അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തിന്റെ കോടാനു 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 കോടിയിൽ നിന്ന് ഒരംശം തൂർ സീന മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ണു തുറക്കു മൂസ. മൂസ നബി കണ്ണു തുറന്നു. മൂസാ നബി ബോധം കെട്ടുപോയി. അതാണ് അല്ലാഹ്. സ്വർഗത്തിലും അള്ളാഹു ഇതുപോലെ ഇറങ്ങി വരും. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. പൂർണ്ണ രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും. നമ്മള് അള്ളാഹ് ആനയുടെ പോലെയൊന്നും സങ്കല്പിക്കരുത്. ഇസ്ലാം ഒന്ന് പുറത്തു. അള്ളാഹ്ക്ക് രൂപമില്ല, പക്ഷെ അള്ളാഹു രൂപമായിട്ട് വരും സ്വർഗത്തിൽ. അതിങ്ങോട്ട് കാണലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്നാണ്. അല്ലാതെ ഹൂർലിങ്ങളെ പഞ്ചാര അടിച്ച് നടക്കലല്ല സ്വർഗത്തിലെ സുഖം. അങ്ങനെ മൊയ്ലിയന്മാരൊക്കെ വയല് പറഞ്ഞ് ആകെ ഹൂർലിങ്ങളാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സംഭവമാക്കി. അതുകൊണ്ടാണ് നമ്മുടെ ട്രോളർമാരൊക്കെ യുക്തിവാദികൾക്ക് നമ്മളെ തോടണം. അവര് 33 ഹൂർലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വയലൊക്കെ അങ്ങനെ ഒരു പഞ്ചാരടി വർത്താനാണ്. ഊർലിങ്ങൾ വലിയ സംഭവം തന്നെ, അത് നിസ്സാരമൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു സംഭവം ആരും പറയണില്ല. അല്ലാഹു ഇറങ്ങി വരും ബദറുൽ കമാലിനെ പോലെ. അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ വരും. അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മൊമെന്റ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മോമിനീങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം ഒരു ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ഒരു കണിക തട്ടിയപ്പോഴും ബോധം കിട്ടും. അവിടെയാണ് നമ്മുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ. ഖാബ ഖൗസൈനി ഔ അദ്നാ, ഫേസ് ടു ഫേസ് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബിയോട് ചെരുപ്പഴിക്കാൻ പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി ചെരുപ്പിട്ട് മക്കത്തുനിന്ന് പോയ ചെരുപ്പിട്ടിട്ടാണ് ഹദീറത്തുൽ ഖുദ്സിൽ കയറി നിന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കുറെ പേരുകളിൽ ഒരു പേര് സാഹിബുൻ നഅലൈൻ എന്നാണ്. 2 ചെരുപ്പുകളുടെ ഉടമസ്ഥൻ. അപ്പൊ നിങ്ങളെ ഹബീബിങ്ങളെ തിരിച്ചു പോകും. അപ്പൊ എന്താണ് ഇപ്പൊ അങ്ങനെ പറയാൻ, എനിക്കതിന്റെ ഒരു ഓർമ്മ വിട്ടു, കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ 6 വയസ്സായ കുട്ടി എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ചങ്ക് പൊളിയേണ്ടത്. ഏകാന്ത വിജനമായ സൈകത ശൈലങ്ങളിൽ മരുഭൂമിയിൽ ഒരു കൂടാരത്തിൽ 16 വയസ്സായ ഒരു അടിമപ്പെണ്ണും റളിയല്ലാഹു അൻഹാ, 6 വയസ്സുള്ള ഒരു മുത്തുമോനും സല്ലല്ലാഹു അലൈഹി വസല്ലം, 20 19 വയസ്സുള്ള ഒരു ഉമ്മയും ഒറ്റ. നോക്കൂ, രക്ഷപ്പെടില്ല എന്ന് നാട്ടുവൈദ്യന്മാരൊക്കെ വന്ന് പറഞ്ഞു. അമിന ബിവി ഉമ്മയോട് പറഞ്ഞു, ബറക്കയോട് പറഞ്ഞു, എന്റെ മോനെ എന്റെ നെഞ്ചിലേക്കൊന്ന് കിടത്തും. നമ്മുടെ ഉമ്മാനെ ഓർക്കണം കേട്ടോ, നമ്മുടെ ഉമ്മാനെ ഓർക്കണം. ഹബീബായ എന്റെ നബിയെ ആമിന ബീവിയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടത്തി കൊടുത്തു. നിങ്ങൾ ആലോചിച്ചോക്കാണ്, ഉമ്മാന്റെ കവിളില് മുഖം വെച്ച് കിടക്കുന്ന മോനാരാ? മുഹമ്മദ് മുസ്തഫ. കഴിയാതായ ആമിന
പൂ കുഴിയാറായി അരുമനബി വിങ്ങി വിട പറയാൻ കഴിയാറായി ആമിനബി തേങ്ങി. ആ രംഗൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക്. നമ്മൾ കോഴിക്കോടല്ല. അരുമനബി വിങ്ങി പ്രിയവാപ്പ പുണരാതെ വളർന്നോരത്തി മണേ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ അമർന്നോരമീനാണേ കനലരിയും ഇടവഴിയിൽ വഴികാട്ടാനാര് കരുളുരുകും കദനവയിൽ പകുത്തെടുക്കാനാര്. ആമിന ബീവി തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, രണ്ട് ലോകത്തിന്റെയും വെളിച്ചമാണ് മോനെ നീ. പടച്ചോ നിന്നെ കൈവെടിയല്ല മുത്തേ. ഞാൻ ഉണ്ടാക്കി പറയല്ല കേട്ടോ. ആമിന ബീവി അവിടെ അപ്പൊ പാടിയ പാട്ടൊക്കെ സീറത്ത് ഇബ്നു ഹിശാം ഉദ്ധരിക്കുന്നുണ്ട്. ഉപ്പയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ പൊന്നുമോന്. ഇവിടെ ഇപ്പൊ ഉപ്പ മരിച്ചു എന്നൊരു ചെറിയ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. എത്രാമത്തെ വയസ്സിലാന്ന് എനിക്കറിയില്ല. എന്റെ വാപ്പ മരണപ്പെട്ടു പോയ ആളാ. നിങ്ങളുടെ പലരുടെയും. അമിനാവി പറയുന്നുണ്ട്, വാപ്പാനെ കാണാതെ വളർന്ന മോനാണ്. അങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ ഉമ്മായിമനോട് പറഞ്ഞു, വെല്ലിപ്പാപ്പാന്റെ അടുത്തിന്റെ പൊന്നുമോനെ എത്തിച്ചു കൊടുക്കും. അബ്ദുൽ മുത്തലിബിനോട് പറയണം, എന്റെ പൊന്നുമോന് കരയരുത്, എന്റെ പൊന്നുമോന്റെ കണ്ണ് കരയരുത്. ഭയങ്കര വൈകാരിക മുഹൂർത്താണ്. ആരും അധികം ആ ഭാഗം അങ്ങനെ സ്പർശിച്ചിട്ടില്ല. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഈ ഉമ്മൈമന്റെ ഒരു മനസ്സെന്തായിരിക്കും? അവരെയൊന്നും നമ്മൾ പലപ്പോഴും പലരെയും ചരിത്രത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അവര് കേട്ടന്റെ പിന്നിൽ നിൽക്കുകയാണ്. ഞാൻ ഉമ്മൈമനെ കുറിച്ച് തന്നെ ആലോചിച്ചു. നിങ്ങളും ആലോചിച്ചു. ഒരു 16 വയസ്സ് 17 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ കയ്യിൽ 6 വയസ്സുള്ള നമ്മുടെ നബിയെ കൊടുക്കുകയാണ്. നോക്കൂ, വലുതായിട്ടേ നുബുവത്ത് കിട്ടിയിട്ടൊക്കെയാണ് ഉമ്മൈമൻ വഫാത്താകുന്നത് കേട്ടോ. ഉമ്മൈമൻ വരുമ്പോ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും. വലിയ പ്രവാചകനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. തന്റെ ഷാളെടുത്ത് നിലത്ത് വിരിച്ചു കൊടുക്കും. ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ മുത്തുനബി പറയും, ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മയാണ് ഉമ്മു ഐമൻ ബറക്ക റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി നബുവത്തൊക്കെ കിട്ടിയതിന് ശേഷവും മുഹമ്മദ് ബിവർഗാനെ ജീവിച്ചിട്ടുണ്ട്. നോക്കൂ, അവിടെ മറവ് ചെയ്തു ആമിന ബീവിയെ. ഒരൊട്ടകം ബാക്കിയായി. ഒരു ഒട്ടകത്തിന്റെ മുകളിൽ 6 വയസ്സായ കുട്ടിയെ കയറ്റിയിരുത്തി ഗ്രാമീണർ. അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരു തോൽപാത്രത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഉമ്മൈമൻ പിറകിൽ കയറിയിരുന്നു. 450 കിലോമീറ്റർ ദൂരം ഇവര് ഒറ്റക്ക് തിരിച്ചു മടങ്ങണം. 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, 6 വയസ്സുള്ള വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഒരു പൊന്നുമോനെ ചേർത്ത് പിടിച്ച് തപിക്കുന്ന ആകാശത്തിന്റെ താഴെ ജ്വലിച്ചു നിൽക്കുന്ന മരുഭൂമിയിൽ ഒരു കുതിര ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഓർത്തു നോക്ക്. മൈന്യൂട്ടായ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രവാചക പ്രണയം തുളുമ്പണം. ആ ഒട്ടകം, ഞാൻ ഇടയ്ക്ക് ആലോചിക്കേണ്ട, ഒട്ടകം ഇങ്ങനെ ദീർഘമായി യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല, കുറച്ചു നേരം നിർത്തിയിട്ടുണ്ടാവൂലേ?
മുത്തുനബിയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകില്ലേ ഉമ്മു ഐമൻ? മരുഭൂമിയുടെ ഏതോ വിജനതയിൽ ഒരു മനുഷ്യൻ പോലുമില്ലാത്ത വിദൂരമായ ഗ്രാമത്തിൽ മില്യൺ കണക്കിന് ജനതയുള്ള ഒരു നായകൻ, ഖിയാമത്തോളം പിറക്കാനിരിക്കുന്ന പുരുഷാന്തരങ്ങളിലെ മുഅ്മിനീങ്ങളുടെ മുഴുവൻ നായകൻ, 7 കവാടങ്ങളിലും മാലാഖമാർ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വാഗതം പിന്നീട് ഓതപ്പെട്ട ഒരു നായകൻ, അല്ലാഹുവിന്റെ ഹളീറത്തുൽ ഖുദ്സ് എന്ന രാജാങ്കണത്തിൽ ചെരിപ്പിട്ട് നിന്ന നിങ്ങൾ ആലോചിച്ച് നോക്കി, മരുഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ റസൂൽ അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ സീറകളിലൊന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂലേ, 450 കിലോമീറ്റർ നിർത്താതെ കുതിരയാത്ര ചെയ്യില്ല. എന്റെ നബിക്ക് ദാഹിച്ചിട്ടുണ്ടാകില്ലേ? ഉമ്മു ഐമൻ ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടുണ്ടാകില്ലേ? തിരിച്ചു വരികയാണ് മക്കയിലേക്ക്. സീറത്ത് ഇബ്നു ഹിശാം ഉദ്ധരിക്കുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ് തന്റെ മകനെ കാത്ത് മക്കയുടെ അതിർത്തിയിൽ പോയി കാത്തു നിൽക്കുന്നുണ്ട്. വിദൂരത്ത് നിന്നൊരു കുതിര ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വയോവൃദ്ധൻ വാവിട്ട് നിലവിളിച്ച് കുതിരയുടെ അടുത്തേക്കോടി. ഉമ്മു ഐമൻ ഇറക്കുന്നതിന് മുമ്പ് ആ വൃദ്ധനതാ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാരിപ്പുണർന്നു. ഉപ്പയുമില്ല, കൊണ്ടുപോയ ഉമ്മയുമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ ഓർമ്മയിലൊന്ന് കരഞ്ഞിട്ട് ഒരു 11 സലാത്ത് ഹബീബേ മക്കത്തു ദിച്ച നീലാവേ മദീനത്ത ആവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. അമ്പേളി തിങ്കൾ നീലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു അലാ. നമ്മളൊക്കെ ഭയങ്കര പറച്ചിലുകാരാണ്, നമ്മൾ ഭയങ്കര പ്രവാചക സ്നേഹികളാണെന്നൊക്കെയാണ് നമ്മുടെ വാദം. നമ്മളെന്ത് മാധ്യം, നമ്മളെന്ത് പ്രവാചക സ്നേഹി? ഒന്നുമല്ല. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ. എന്നും മുഹിബ്ബിന്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറില. ഒന്നും നേതാവിൻ്റെ ചാരേ വന്നില്ലേ നാളെ എന്താകും ബേജാറില. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ.
റൗളയിൽ പോകാനീ ഖൽബു നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല റൗളയിൽ പോകാനീ ഖൽബു നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നീറിപ്പോകയും മനസ്സല്ലാതില്ല എണ്ണി പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലീരവുകൾ കൊഴിഞ്ഞു വല്ലാതെ പാദം ചേർക്കേണം വൈകാതെ കൊഴിഞ്ഞു വല്ലാതെ പാദം ചേർക്കേണം വൈകാതെ പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാദിഹ കൂട്ടൂക്കാരെയെല്ലാം ഭാഗ്യം തുടച്ച് പാട്ടൂക്കാരൻ ഞാനോ ഇന്നും തനിച്ച് കൂട്ടൂക്കാരെയെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടൂക്കാരൻ ഞാനോ ഇന്നും തനിച്ച് തേട്ടം ഹബീബിൻ്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ല നല്ല മൗത്തും കൊതിച്ച് കൊതിച്ച് നീനച്ചെഴുതിയ പാട്ടുമായി കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്തു മാദിഹ എന്നും മുഹിബ്ബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറില ഒന്നും നേതാവിൻ്റെ ചാരേ വന്നില്ലേ നാളെ എന്താകും ബേജാറില നിങ്ങൾ ഈ സദസ്സ് നടന്നേക്കൂ ഹബീബിങ്ങളെ. എനിക്കൊന്ന് മദീനയിൽ വന്നിടാൻ പൂതിയുണ്ട് നബി, മനസ്സൊന്ന് റോളയിൽ ചേർത്തിടാൻ കൊതിയുണ്ട് നിധി. എനിക്കൊന്ന് മദീനയിൽ വന്നിടാൻ പൂതിയുണ്ട് നബി, മനസ്സൊന്ന് റോളയിൽ ചേർത്തിടാൻ കൊതിയുണ്ട് നിധി. എത്രയോ മദ്ഹ് ഞാൻ പാടിയില്ല നബിയേ, അത്രമേൽ കണ്ണുനീർ ഒഴുകിയില്ല നിധിയെ. ഒന്ന് വിളിക്കാമോ നൂറേ, അനുവാദം നൽകാമോ ഖൈറേ. ഒന്ന് വിളിക്കാമോ നൂറേ,
അനുവാദം നൽകാമോ ഖൈറേ. പാതിര കണ്ണുനീരിലും ഹബീബ് തങ്ങള് പൂതിയാലേക്കിനാവേറെ കാത്തു തന്നലെ. പാപമാണേറെയും എന്നിലാകെ ചെയ്തേ, പാപിയായി മൗത്തിനെ പേടിയാണ് തിങ്കളെ. മനതാരകിലം ഒരു രാജസീതി മതിമാൻ മിഴിയേ മഹബൂബ് തങ്ങളെ. മരുഭൂമിയിലെ മലരെ റസൂലരെ മദദേ മധുവേ മഴവിൽ മുസമ്മിലേ. കൊതിയാണകമേ മദീനയിൽ വരണമെൻ്റെ ഇടനെഞ്ചിലെ പാപ കരമായ്ക്കുവാ. വിളിയാലവിടെ കണഞ്ഞു ചേർന്നൊരാ ദിനമിൽ വിധിയാലെ മൗത്തെന്നെ പുൽകിടുവാൻ. വിട പറയണ റൂഹേ മിഴിയടയണ നേരം തിരുനബിയുടെ അരികിൽ കിടന്നിടണം. മുത്ത് നബിയോര മണ്ണിൽ ഉറങ്ങിയിടണം. എൻ്റെ ഖബറിൽ മദീനത്തെ മണ്ണാവണം. മുത്ത് നബിയോര മണ്ണിൽ കിടന്നിടണം. എൻ്റെ ഖബറിൽ മദീനത്തെ മണ്ണാവണം. കണ്ട് കൊതിത്തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. ദൂരെ 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 മദീന. വാരി പുണരുന്നതെന്നാ നബീന. വേദനിപ്പിച്ചുവോ ഞാൻ നബീന, വേണ്ടയെന്നോതുമോ നീ മദീന. വേദനിപ്പിച്ചുവോ ഞാൻ നബീന, വേണ്ടയെന്നോതുമോ നീ മദീന. എൻ്റെ നേരെ തുറക്കൂ മദീന, എൻ്റെ നേരെ തുറക്കൂ മദീന. എന്നെ കൂടി വിളിക്കൂ മദീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന. എന്നെ ഒഴിവാക്കിടല്ലേ നബീന, എന്നെ ഒഴിവാക്കിടല്ലേ നബീന. കണ്ണിലണവാ ഇടേണേ മദീന, കണ്ട് കൊതി തീർന്നതാര മദീന. കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന. വാരി പുണരുന്നതെന്നാ നബീന. എന്തിരസമാണ് നീയൻ മദീന, എന്തിരസമാണ് നീയൻ മദീന. എൻ്റെ നബി നിന്റെ ഉള്ളിൽ മദീന. മാരി വില്ലിൻ്റെ അഴകണ്ട് സീന, മാരി വില്ലിൻ്റെ അഴകണ്ട് സീന. വാരി നൽകി അതെൻ്റെ മദീന. സ്വർഗത്തിൽ നടന്ന മദീന. സ്വപ്നമിലെങ്കിലും താനബീന. ശബ്ദമിടറി ബിലാലിൽ മദീന. ശക്തി
ശക്തമാണ് പ്രണയം മദീന. താരാട്ടിടുന്ന ഉമ്മയാ മദീന ഞങ്ങൾക്ക്, താലോലമാട്ടി ജന്നത്തുൽ ബഖീഇലൊന്നാക്ക്. തങ്കം തിളങ്ങിടുന്ന പോലെ കൽബ് നന്നാക്ക്. തിങ്കൾ നിലാവ് കൊണ്ട് എൻ ഹയാത്ത് ഹൈറാക്ക്. പ്രകാശഗോപുരമേ പ്രവേശനം നൽകൂ, പ്രപഞ്ചമാകയാ മദീനയോട് കൊതിയല്ലേ. കണ്ട് കൊതി തീർന്നതാര മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന. വാരി പുണരുന്നതെന്ന നബീന. നമ്മളിങ്ങനെ പറഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു സ്പാർക്കിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഹൃദയം ഒന്ന് കൊളുത്തി വലിക്കുക എന്നുള്ളതാണ്. ഒരു സെക്കൻഡിന് വേണ്ടി മാത്രമാണ് ഈ പരിപാടി. ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി. ഈ രാത്രിയിൽ ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ അങ്ങനെ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയ ഒരു മുഹൂർത്തം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഓരോ സംഭവം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഒരു വിഷയം അവതരിപ്പിക്കുകയല്ല. നമ്മൾ മദീനയിലേക്ക് മനസ്സുകൊണ്ടൊന്ന് യാത്ര പോകാൻ പറ്റുമോ നോക്കുകയാണ്. വളരെ ധൃതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാം, അല്ലാത്തവർ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നാൽ മതി. അതിന് 3 കാര്യം നിയ്യത്ത് ചെയ്യാം. ഒന്ന്, എനിക്ക് ഈ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണും. എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എൻ്റെ പേരോ അതൊന്നും ശബ്ദമോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ മനസ്സുകൊണ്ട് റൗള ശരീഫിലേക്ക് അടക്കാൻ പോവാണ്. രണ്ടാമത്തെ നിയ്യത്ത് മദീനത്ത് പോകണം എന്നാണ്. പലരുടെയും ഒരു തടസ്സം കയ്യിൽ പൈസ ഇല്ല എന്നാണ്. മഹബത്തിൽ ഉള്ള എത്രയോ ആളുകൾക്ക് മദീനയെ പച്ചക്കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ മോമിനികളെ, നിങ്ങൾ മദീനയിലെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറപ്പായിട്ടും മദീനത്തെത്തും. അതുകൊണ്ട് ഈ രാത്രി നമുക്കങ്ങോട്ട് കരയണം. എൻ്റെ ഹൃദയം അവിടെയാണെന്ന് നിങ്ങൾ പ്രതിഷ്ഠിക്കണം. ഇബ്ലീസ് വന്ന് നിങ്ങളെ പിടിച്ച് കോഴിക്കോട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ ചിലപ്പോൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക്. നിങ്ങൾ റൗള ശരീഫിലാണ്. അവിടെ പറയുന്നൊരു മുഹൂർത്തം അതിൻ്റെ സകല വൈകാരികതയോടെയും ആണ് ഞാൻ പറയുക. അവിടെയാണെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും. അത് അല്ലാഹ് ഏതൊരു തൗഫീഖാണെന്ന് ഞാൻ കരുതും. അതുപോലെ നിങ്ങളൊരു മനസ്സങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടാവണം മുഅ്മിനീങ്ങളെ. മൂന്നാമത്തെ നിയ്യത്ത്, നിങ്ങളുടെ നടക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് കരുതിക്കോളൂ. ഇത് ഹബീബിന്റെ സദസ്സാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു സദസ്സാവൂലേ. ഈ 3 നിയ്യത്തിന് മനസ്സിൽ വെക്കുക. കരയണ്ടെന്ന് മനസ്സിൽ തോന്നിയാലും നിങ്ങൾ കരയണം. ഉറക്ക കരയാൻ തോന്നി ഉറക്ക കരഞ്ഞാലും കുഴപ്പമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സ് കാണുന്നുണ്ടാകും. 7200 മൈലുകൾക്കപ്പുറം അറബിക്കടലിന്റെ അലമാലകൾ കടന്ന് ഹിജാസിന്റെ തലസ്ഥാന നഗരമായ അൽ മദീനത്തുൽ മുനവ്വറ, ആ പച്ച കുബ്ബയുടെ താഴെ ഹുജറത്തു ശരീഫയിൽ ഹബീബായ റസൂലി സദസ് ഇങ്ങനെ കാണുന്നുണ്ടാവും. ഞാൻ പറയുമ്പോ എന്റെ കൽബിലെ വ്യാപാരങ്ങൾ, എന്റെ ഹൃദയത്തിന്റെ നിമ്നോന്നതികൾ നിങ്ങളുടെ ഹൃദയം റസൂലുള്ള കാണും. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കരുത്. പതുക്കെ ഇരുട്ടതാണല്ലോ, എഴുന്നേറ്റു. അതല്ലാതെ എനിക്ക് നബിയെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ റബ്ബേ, തെറ്റുകളാണല്ലോ ജീവിതത്തിൽ വന്നുപോയത്, പിഴവുകളാണല്ലോ പടച്ചവനെ, നീ പറഞ്ഞൊന്നും അനുസരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എത്ര ആളുകളാണ് മദീനത്ത് പോയത്? നേരത്തെ ഇവിടെ പാടിയില്ലേ, എത്ര ആളുകളാണ് മദീന കണ്ടത്? ഓളത്തിൽ പോയി കൽബ് പൊട്ടിയ എത്രയെത്ര മനുഷ്യന്മാരാണ് ഈ സദസ്സിലുള്ളത്. ഞാൻ കണ്ടു നിങ്ങളുടെ കണ്ണുകളുടെ പുഴയൊഴുക്കം. അള്ളാഹു ഈ ഉസ്താദ് പോയിട്ടോക്ക് അറിയില്ല, പോയിട്ടാൻ സാധ്യതയുണ്ട്. കിനാവിൽ കാണാൻ ആ ഉസ്താദിന് പ്രത്യേകം അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ.
നമ്മളൊന്നും അലിഞ്ഞില്ലാതാകാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ വേദിയിരിക്കുന്ന നമ്മളെ ആരും മൈൻഡ് ചെയ്യണ്ട. ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അൽ മദീനത്തുൽ മുനവ്വറയാണ്. ഒരുപക്ഷെ പുണ്യ നബിയുടെ റൗള ശരീഫ് കാണും, 9 തൂണുകൾ കാണും. ഇത് ചിത്രമാണെന്ന് കരുതാതെ അവിടെ എത്തി എന്ന മുഹൂർത്തത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ റസൂലുള്ളാഹിയുമായി കണക്ട് ചെയ്യുന്ന ഏത് കാര്യത്തിലും വലിയ ബഹുമാനം കാണിച്ചു. വാക്കുകളിൽ, പ്രവർത്തികളിൽ, വികാര വിചാരങ്ങളിൽ മദീനയുമായി ബന്ധപ്പെട്ട ഏതിനോടും ബഹുമാനം. അതുകൊണ്ട് നമ്മള് മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. നോക്കൂ, നിങ്ങൾ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചെരുപ്പ് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ? ഇനിയിപ്പോ ഗാന്ധിയുടെ, എബ്രഹാം ലിങ്കന്റെ, ഒരു മനുഷ്യന്റെയും ചെരുപ്പൊരിക്കലും അത്രമേൽ മഹത്വമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ കുറിച്ച് പോലും കിതാബ് എഴുതിയിട്ടുണ്ട്. പടച്ചവനെ, സാഹിബുൻ നഅലൈൻ എന്ന പേരുണ്ട്. മഹാനായ യൂസുഫുൻ നബ്ഹാനി റഹിമഹുല്ലാഹ് മുത്തുനബിയുടെ ചെരുപ്പിന്റെ രൂപത്തെ കുറിച്ച് മദഹ് എഴുതിയിട്ടുണ്ട്. ചെരുപ്പിനെ കുറിച്ചല്ല, അതിന്റെ രൂപത്തെ, അവര് ചെരുപ്പിനെ കുറിച്ച് അവര് പറയാണ്. നമ്മുടെ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ഞങ്ങള് ജാമ്യയിൽ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഇജാസത്ത് ഞങ്ങൾക്ക് ആ കാലത്ത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആ ചെരുപ്പിന്റെ ചിത്രക്കള്ള യൂസുഫ് നബ്ഹാനിയിൽ നിന്ന് കിട്ടിയതാണോ അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സഹാബത്തിന് പുണ്യ നബിയുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടി, പുണ്യ നബിയുടെ ചെരുപ്പിന് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുത്തുനബിയുടെ ചെരുപ്പിന്റെ രൂപത്തിന് ഞങ്ങൾ ഖിദ്മത്ത് ചെയ്യുകയാണ്. നമുക്കൊന്ന് ചിന്തിച്ച വലിയ സംഭവമായിട്ടൊന്നും തോന്നൂല. പക്ഷെ കുറെ ഒറ്റക്ക് ആലോചിച്ചാൽ അങ്ങനെ ഒരു മനസ്സുള്ളവന് മനസ്സിലാവും, ഒരു ചെരുപ്പിന്റെ അടയാളത്തിനൊക്കെ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും. പ്രശാന്തമാണ് മദീന ഈ രാത്രിയിൽ. SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് മദീനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയുടെ മുറ്റം 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. നേർത്ത മഴ പെയ്യുന്നുണ്ട്. ഉഹദ് മല താണ്ടി ഒരു പൂങ്കാറ്റ് നമ്മെ തഴുകി എങ്ങോട്ടോ കടന്നു പോകുന്നുണ്ട്. മുന്നിൽ മസ്ജിദുൻ നബവിയാണ്. 10 മീറ്റർ അടുത്ത്, 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, ഇവിടുന്ന് ഒരു 10ാമത്തെ വരി എത്ര അകലെ, അത്ര അടുത്ത് നമ്മൾ ആ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണേ. ഈ ഉസ്താദുമാരൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ഉണ്ട്. എന്താന്നറിയില്ല, മദീനത്തെ പള്ളിയുടെ മുറ്റത്തിന് നല്ല തണുപ്പാണ്. നല്ല ചൂടുള്ളപ്പോഴും തണുപ്പാണ്. ഞാൻ ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ അടിയിൽ എയർ കണ്ടീഷൻ സംവിധാനം ഉണ്ട്. അല്ലാഹു അലം, ഉണ്ടായിരിക്കാം. അല്ലെങ്കിലും ഒരു തണുപ്പാണ്. മഴ പെയ്യുന്നുണ്ട്. മസ്ജിദുൽ നബവിയുടെ വലത്തെ കിഴക്കേ മൂലയിൽ ഖുബ്ബത്തുൽ ഖദറാ, ആ പച്ചമിനാരം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാരോടും കണ്ണിയും ഇരുന്നോളൂന്ന്. ഇപ്പോഴല്ല, ഇപ്പൊ കണ്ണു തുറന്നു. അവിടെയാണ് നമ്മൾ, അവിടെ കണ്ണിയമ്മാൻ പറഞ്ഞു. ബാബുസലാം എന്ന് പറയുന്ന വാതിലിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിസ്സാരമായി കരുതരുത്. ഹൃദയവിലാപത്തോടെ കേട്ടാൽ നിങ്ങൾ ശരീരം കൊണ്ട് മദീനയിൽ എത്തിച്ചേരും. റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, എന്തു കൊതിയാണ് ഈ പറയുന്നവരെക്കാൾ കേൾക്കുന്നവർക്ക് എന്തു കൊതിയാണ്. മദീന എന്ന് പറഞ്ഞ അപ്പ കരയുന്ന ആൾക്കാരുണ്ട്. റൗള എന്ന് പറഞ്ഞ അപ്പ കരയുന്ന ആൾക്കാരുണ്ട്. നമ്മളതിന്റെ ബാബുസലാമിലൂടെ കയറാനിരിക്കുന്നതിന്റെ മുമ്പ് ആ മുറ്റത്ത് നിന്നിങ്ങനെ പറയാണ്, ഏതു മദീനയിലാണ് ചെന്ന് നിൽക്കുന്നത്? മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ.
മദീനയിലെ കാറ്റിനെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ. മദീനയിലെ കച്ചവടക്കാരുമായി തർക്കിക്കരുതേ മുഹമ്മദ് മുസ്തഫ. മദീനത്ത് പോയവരൊന്ന് കൈവന്നിച്ചാണ്. അല്ല, ഇവിടെ മുമ്പ് വന്നവര്, മദീനത്ത് മുമ്പ് വന്നവര്, അവിടെ എത്ര ചോദ്യം കണ്ടില്ല, നോക്കിയില്ല. ഒന്നുകൂടി വെക്കോ? വളരെ കുറച്ച് ആൾക്കാർ. മദീനത്ത് പോയാല് നിങ്ങൾ ഈ ചിത്രത്തിൽ നേരത്തെ കണ്ടിരുന്ന അതിന്റെ അടുത്തൊക്കെ വലിയ വലിയ ഹോട്ടലുകളുണ്ട്, റൈറ്റ്? ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ മസ്ജിദുൽ നബവിയിലേക്ക് ഇങ്ങനെ വരും. അത്തർ വിൽപ്പനക്കാരുള്ള ഷോപ്പുകൾക്ക് മുന്നിലൂടെ, മാഷാ അല്ലാഹ്, പർദ്ദക്കടയുടെ മുന്നിലൂടെ. അങ്ങനെയൊന്നും ആരും പ്രസംഗത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തിനാ പതിവ് പറയണം? അതിനൊരു ഭ്രാന്താണ് മോമിനികളെ. ഈ ഈത്തപ്പഴൊക്കെ വെക്കണതിന് മുമ്പ് കൂടെ ഇങ്ങനെ നടന്ന് വരും. അപ്പൊ ഈ ഗല്ലികളില്ലേ, വേറെ ഊടുവഴികളുണ്ട്. ഹോട്ടലിന്റെ മുന്നിൽ കൂടെ ഊടുവഴികളുണ്ട്. മുത്തുനബി പറയാണേ, ശിഖഖിൽ മദീന, മദീനയിലെ വഴികളിൽ മലക്കുകളുടെ പട്ടാളം കാവലുണ്ടേ മുഹമ്മദ് മുസ്തഫ. പോയവരെ അത് ഓർത്തിട്ട് നമ്മൾ നടന്നിട്ടുണ്ടോ? നമ്മൾ ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലെ വഴികളൊക്കെ വരുന്നുണ്ട് മുമ്പ്. നിങ്ങള് ആ വഴികളിലൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ അങ്ങനെ മലക്കുകൾ കാവല് നിൽക്കുന്നുണ്ട്. ഓരോ വഴികളിലും മലക്കുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ലോകത്ത് അങ്ങനെ ഒരു നഗരമുണ്ടോ? തുർബത്തുൽ മദീന, മദീനയിലെ മണ്ണ് ശിഫാ, ശമനമാണ് മുഹമ്മദ് മുസ്തഫ. ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഗനീമത്ത് മുതൽ ഓഹരി വെച്ചപ്പോ കുറെ ആളുകൾ പറഞ്ഞു, കുറച്ചാളുകൾക്ക് കൂടുതൽ കൊടുത്തല്ലോ നബിയേ. മുഹാജിരികൾ. ഇപ്പൊ റസൂലുള്ള പറഞ്ഞു അവർക്ക് മുഹാജിരികൾക്കല്ല, പുതുഇസ്ലാമികളായ ചില ആളുകൾക്ക്. അപ്പൊ അൻസാറുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനില്ലേ, അവര് ഒട്ടകവും മുതലുമായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇത് ജെറാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാ പറയുന്നത്. ജെറാന പോയവർക്കറിയാം, അവിടെ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ പോകുന്ന ഒരു സ്ഥലം. അവിടെ വെച്ചിട്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനില്ലേ, അവര് ഒട്ടകമായി പോയപ്പോ മദീനയിലേക്ക് നിങ്ങൾ ഞാനുമായിട്ടല്ലേ പോകുന്നത്. എന്നിട്ട് അവരുടെ ചങ്ക് തകർക്കുന്നൊരു വാക്ക് എന്റെ ഹബീബ് പറഞ്ഞു, ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലെ അൻസാറായി ജനിക്കേണ്ടയാളാ മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, മദീനയെ കുറിച്ച് റസൂൽ പറഞ്ഞു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനിയാകേണ്ടയാളാണ്. വേറൊരു വാക്കും കൂടി പറഞ്ഞു, അൻസാറുകളുടെ അടുത്തുനിന്ന് വന്ന പിഴവുകൾ നിങ്ങൾ കരുണയോടെ പൊറുക്കേണമേ. മദീനക്കാരോട് റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് എപ്പോഴാന്നറിയോ? മരണത്തിന്റെ 3 നാൾ മുമ്പ് മിമ്പറിൽ കയറിയിരുന്ന്, അത് നമ്മൾ പറയും, അവിടേക്ക് വരും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അൻസാറുകളുടെ അടുത്ത് വല്ല തെറ്റും വന്ന കരുണയോടെ പൊറുക്കേണമേ. കാരണം അവര് മദീനക്കാരാണ്. അൽ മദീനത്തുൽ മുനവ്വറ. മലർമണ്ണിൽ മരതക മണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. രാജ റസൂലെന്നെ മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു
ഒന്നു ചെല്ലണ പൂതിയും പൂണ്ട് ഒരു തണുപ്പാണ് മദീനക്ക്. തേമലർമണ്ണിൽ ഒരു കാറ്റ് വരുന്ന കണ്ടോ? നിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ടേ. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ടേ. മനം നീരി കരഞ്ഞാരെ മധുര സ്നേഹം തൗഫീഖ് ചെയ്യണേ റബ്ബേ. മദദിനായൊരു ഞാനും മധുരമാണെന്നറിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ മഹബത്തിൻ നഹിലയിടാനൻ കൽബകം വിണ്ടേ. ത്വയ്ബമിനാരത്തിൻ ചിത്രങ്ങളൻ നിത്യം കീണ കണവേ. ത്വഹീപ്പാവത്തിൻ കനവിലൊരു ദിനം ഏറ്റവും ഞാൻ കാത്തിടവേ. ത്വയ്ബമിനാരത്തിൻ ചിത്രങ്ങളൻ നിത്യം കീണ കണവേ. ത്വഹീപ്പാവത്തിൻ കനവിലൊരു ദിനം ഏറ്റവും ഞാൻ കാത്തിടവേ. തങ്ങളെ ഞാൻ പാപിയാണ് എങ്കിലും ഞാൻ പാവമാണ്. പാപമേറിയ ജീവിതം വ്യഥ തീർത്ത മനമാണ്. പാട്ടുപാടാനിഷ്ടമാണ് പാടിയതു ഞാനങ്ങയാണ്. പാൽനില നബി തിങ്കളെന്നെ നോക്കിടാനാണ്. ഈ രാത്രിക്ക് എന്തൊരു ചന്തമാണ്, പാപിയാണ് മദീനയിലെ ഈ രാത്രിക്ക് എന്ത് ചന്തമാണ്. പാപമേറിയ ജീവിതം വ്യഥ തീർത്ത മനമാണ്. മല താണ്ടി കടന്നു വരുന്നുണ്ടൊരു കാറ്റ്. പാടിയതു ഞാനങ്ങയാണ്. പാൽനീലാനബി തിങ്കളെന്നെ നോക്കിടാനാണ്. ശാന്തി പൂക്കും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ. ശാന്തി പൂക്കും നാട്ടിലങ്ങ് തിളങ്ങിടുന്ന മദീന മണ്ണിൽ. ഷാഫിയായ ഹബീബരെ പല നാളി അണയേണം. ഒരു വിളി കാത്തു കഴിയണം. തിരുരിലകിൽ മടങ്ങേണം. മുണ്ട് കണ്ടോട്ടെ അനുവാദം തരുമോ? എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാ. ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ. തട്ടി മാറ്റിടുമോ സ്നേഹമുള്ളേ? തൂബ ചെയ്തോട്ടെ കാലിൻ ചൂട്ടിൽ. തൂബാലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ? മുറ്റം കൊടുത്തോട്ടെ മുറ്റം നിറയെ. മുറ്റം കൊടുത്തോട്ടെ മുറ്റം നിറയെ. മുത്തിക്കെടുത്താത്ത നൂറന്നിൽ തരുമോ? മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ. മുത്തേ
മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ തട്ടിത്തെറിപ്പിക്കല്ലേ എൻ്റെ പൂവേ ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂരേ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂരേ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂരേ പാദം വിറക്കൊണ്ട് പതറുന്നു താനേ പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ പാവമാണേ കരളിൻ്റെ കരളേ പാവമാണേ കരളിൻ്റെ കരളേ പാതി വഴി എന്നെ മടക്കല്ലേ തേനേ ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീവിങ്ങളെ ശരീഫിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതു മദീനത്താണെന്ന ഒരു ഓർമ്മയിൽ ബാബുസലാമിലൂടെ കയറിയാൽ മതി. ഉഹദ് മലയുള്ള മദീന, ജബലുറുമാത്ത് മലയുള്ള മദീന, ഉഹദ് പടക്കളമുള്ള മദീന, കിടങ്ങ് കീറിയ ഇടമുള്ള മദീന. അവിടെയാണ് മസ്ജിദുൽ ഖുബാ, അവിടെയാണ് മസ്ജിദുൽ ഗമാമ, അവിടെയാണ് മസ്ജിദുൽ ജുമുഅ, അവിടെയാണ് മസ്ജിദുൽ ഇജാബ, അവിടെയാണ് മസ്ജിദുൽ ഫതഹ്, അവിടെയാണ് മസ്ജിദു സൽമാനുൽ ഫാരിസി, അവിടെയാണ് മസ്ജിദു അബൂദർറിൽ ഗിഫാരി, അവിടെയാണ് മസ്ജിദു ഇമാമുൽ ബുഖാരി, അവിടെയാണ് മസ്ജിദു ബിലാൽ, അവിടെയാണ് മസ്ജിദു അലി, അവിടെയാണ് മസ്ജിദ് ഉമർ, അവിടെയാണ് മസ്ജിദ് അബൂബക്കറിന് സിദ്ദീഖ്, അവിടെയാണ് ജന്നത്തുൽ ബഖീഅ, അവിടെയാണ് ഫാത്തിമ സഹറ ബത്തൂല്, അവിടെയാണ് ദിന്നൂറൈൻ ഉസ്മാൻ, അവിടെയാണ് ഹലീമത്തു സഅദിയ, അവിടെയാണ് മുത്തുനബിയുടെ മകൻ ഇബ്രാഹിം, അവിടെയാണ് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക്, അവിടെയാണ് ഖദീജയും മൈമൂനയും ഒഴികെയുള്ള എല്ലാ ഭാര്യമാരും ആ ജന്നത്തുൽ ബഖീഉള്ള മദീന. അവിടെയാണ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ, അവിടെയാണ് ആ പച്ചമിനാരം. വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഹൃദയത്തിന് പ്രണയത്തിന്റെ ചിറക് തുന്നി പറന്ന് 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 ഇലൽ മദീന. മൺതരി തുയ്ബൈദേ അടങ്ങാത്ത അലക്കടലായി മനസ്സുകളോടി അണയുന്ന നഗരീതേ അബദാനം അടിയൊഴുക്കേയും ഉലകിലേക്ക്
മൺതരി ത്വയ്ബയിതേ. ആ ത്വയ്ബയിലെ മുറ്റത്ത് നിന്ന് നമ്മളിതാ ബാബുസലാമിലൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ സംഗമത്തിൽ ഇപ്പോഴുള്ള എല്ലാവരുമുണ്ട്. തല താഴ്ത്തി പിടിച്ചോളൂ, കണ്ണിറുക്കി ചിമ്മിക്കോളൂ. ശരീരത്തിൽ എവിടെയോ ഒരു വിറയലറിയാതെ വരികയാണ്. എത്ര കാലായി റൗള കാണാൻ കൊതി. ഇതാ ബാബുസലാമിലൂടെ കടന്നു. ഒരു 10, 16, 17, 20ഓളം മടിവെച്ചാൽ മുകളിലെ റൂഫിൽ എഴുതിയിട്ടിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങളിപ്പോ നിൽക്കുന്നത് മസ്ജിദു അഹദി ഹദ്ദി അഹദി റസൂലില്ലാഹ്. അതായത് ഹബീബായ നബി മദീനത്തുള്ളപ്പണ്ടായിരുന്ന ഒരു പള്ളിയുടെ അതിർത്തി ഉണ്ടാകൂലേ, ഈന്തയോലകളുടെ ഹരിത ചാമരം വെഞ്ചാമരം വീശിയ മദീനയിലെ മണ്ണു കുഴച്ചുണ്ടാക്കിയ പഴയ മസ്ജിദുൻ നബവി, അതിന്റെ അതിർത്തിയിലാണ്. ഇതൊന്നും ഉംറക്ക് പോയവര് നോക്കാതെ അങ്ങോട്ട് ഓടിക്കയറും റൗളയിലേക്ക്. ഹബീബേ, അതിലൊരു കാര്യമില്ലേ, റസൂലുള്ളാഹിന്റെ കാലത്തെ പള്ളി എന്ന് പറയുമ്പോ അവിടെ കാല് വെക്കുമ്പോ അവിടെ അബൂബക്കർ ഉണ്ടായിരുന്നില്ലേ റളിയല്ലാഹു അൻഹു, അവിടെ ബിലാൽ ഉണ്ടായിരുന്നില്ലേ റളിയല്ലാഹു അൻഹു, അവിടെ സൽമാൻ ഉണ്ടായിരുന്നില്ലേ റളിയല്ലാഹു അൻഹു, അവിടെ ഉമർ ഉണ്ടായിരുന്നില്ലേ റളിയല്ലാഹു അൻഹു, അവിടെ അലിയാരുണ്ടായിരുന്നില്ലേ റളിയല്ലാഹു അൻഹു, അവിടെ ഇബ്നു മസ്ഊദ് ഇല്ലേ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഇരുന്ന സ്ഥലം. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് പതുക്കെ നോക്കൂ. നിങ്ങൾ റൗളയിലെ ഉള്ളിലാണ്. ഇവിടെ കാണുന്നത് ഹബീബിന്റെ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന മിമ്പറാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിൽ സ്വർഗമാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ റൗളയിലാണ്. ഉറപ്പിച്ചോളൂ, നമ്മൾ റൗളയിലാണ്. നമ്മളിഞ്ഞ് മരിച്ചുപോയി അഥവാ നരകത്തിലാണെങ്കിൽ അള്ളാഹു കാക്കട്ടെ. പക്ഷെ നമ്മൾ ചവിട്ടിയ സ്ഥലമില്ലേ, സൗദി അറേബ്യയിലെ മദീനയിലെ മസ്ജിദുൽ നബവിയുടെ മിമ്പറിന്റെയും പുണ്യനബിയുടെ ഖബറിന്റെയും ഇടയിലെ സ്ഥലം. ഈ സ്ഥലം ഇതുപോലെ നാളെ ഫിർദൗസിൽ ഡിസ്പ്ലേ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലതുപോലെ കാണിക്കും. ഹബീബേ, 9 തൂണ് കണ്ടോ നിങ്ങൾ? ഈ കാണുന്നത് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മിഹ്റാബാണ്. അന്ന് മിഹ്റാബില്ല. റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ മിഹ്റാബില്ല. പക്ഷെ നിന്നൊരു സ്ഥലം ഉണ്ടാവില്ല. അള്ളാഹു നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ മിമ്പറാണ് ആ കാണുന്നത്. കൽബ് പൊട്ടണം എന്ന് കണ്ണീരോടങ്ങൾ മനസ്സിൽ കരുതിക്കോളൂ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്നെ മൈൻഡ് ചെയ്യണ്ട. മനസ്സിലൊന്ന് കരയ ഹബീബേ, ഇവിടെ ശരീരം കൊണ്ട് പോകാൻ തോന്നണില്ലേ? ഈ തൂണില്ലേ, ഇതിന്റെ പേര് ഉസ്തുവാനത്തു ഹന്നാന എന്നാണ്. ഈ തൂണിന്റെ പേര് ഹന്നാന എന്നാണ്. ഹന്നാന എന്ന് പറഞ്ഞാൽ പരാതി പറയുന്നത്. പുണ്യനബി ഒരിക്കൽ ഈ മിമ്പറിലിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളവിടെ ഉണ്ടിട്ടോ റൗളയിൽ. അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുക മുത്തുനബിയുടെ മദീന. ഈ റൗള ശരീഫിൽ ഒരു ശബ്ദം മുഴങ്ങി, ഒരു കരച്ചൽ, ഒരു ഏങ്ങിക്കരച്ചൽ. സഹാബത്ത് ചുറ്റും നോക്കി. ഒരു ഗർഭമുള്ള ഒട്ടകത്തിന്റെ കരച്ചൽ പോലെ ഒരു വിലാപം. ആരാന്നറിയണില്ല. എന്റെ നബി ആ മിമ്പറിൽ നിന്നിറങ്ങി അവിടെ തൊട്ടയടുത്ത് ചാരി വെച്ചിരുന്ന ഒരു ഈത്തപ്പനയുടെ അചേതനമായ ജീവനില്ലാത്ത ഉണങ്ങിയ മട്ടൽ അത് കയ്യിലെടുത്തു. സഹീഹുൽ ബുഖാരിയാണിത്. 1001 രാവിലെ അറബിക്കഥയല്ല, സഹീഹുൽ ബുഖാരിയാണ്. കയ്യിലെടുത്തു ആ ഈത്തപ്പനയുടെ തണ്ട് കരയുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്കിടക്ക് സലാത്തിന്റെ പേമാരി
പെയ്തു പോകട്ടെ മദീനയിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ രാത്രിയാണ്. SKSSF-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും സമുന്നതമായ പരിപാടിയായി കാണണം ഇത്. ഇടക്കിടക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലണം. കടല് കടന്നു പോയി ഹിജാസിന്റെ തലസ്ഥാന നഗരി ഉബ്ബത്തുൽ ഖലറയുടെ താഴെ ഹുജറത്തുൽ ഷരീഫയിൽ എന്റെ നബി കേൾക്കുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശറകൽ ബദ്റു അലൈനാ മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി. ഒരു ഹൃദയത്തിൽ ഇങ്ങനെ രോമാഞ്ചത്തോടെ റൗളയിൽ വെച്ചാണ് ചെല്ലുന്നതെന്ന രോമാഞ്ചത്തോടെ മുത്തുനബി നിങ്ങളുടെ ഹൃദയം ഇപ്പൊ കാണുന്നു എന്ന വികാരത്തോടെ, ജീവിതത്തിൽ ഇതുവരെ ചെല്ലാത്തൊരു വികാരത്തോടെ യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ശറകൽ ബദ്റു അലൈനാ മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ വജ്ഹ സുറൂരി. എന്താണ് പറഞ്ഞ വാചകം? അങ്ങേക്കാൾ ഭംഗിയുള്ള ഒരു മുഖം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല നബിയേ. മൻ റആ വജ്ഹക യസ്അദ് മൻ റആ വജ്ഹക യസ്അദ് മൻ റആ وجهك يسعد قد والدين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم റൗളയിലാണ്. ഞാൻ ആ ഹന്നാന എന്ന തൂണിന്റെ സമീപത്താണ് നമ്മളെ നിർത്തിയിട്ടുള്ളത്. അപ്പോഴിങ്ങനെ ഒരു രോമാഞ്ചത്തിൽ നമ്മൾ പാടുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ രണ്ടു വരിയായി സഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് മുത്തുനബി ഇറങ്ങി കസ്വയുടെ മുന്നിൽ നിന്ന്. കസ്വയെ മുന്നിൽ നടത്തി, പിന്നിൽ എന്റെ നബി, തൊട്ടു പിന്നിൽ അബൂബക്കർ, തൊട്ടു പിന്നിൽ ആളുകൾ. മട്ടുപ്പാവിൽ നിന്ന് സ്ത്രീകൾ ഇങ്ങനെ സാഗൂതം നോക്കി. ബദറുൽ കമാൽ ഇങ്ങനെ എഴുന്നള്ളുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. കൊച്ചുകുട്ടികളുടെ വിരലഗ്രങ്ങൾ അറേബ്യൻ തോൽ ഉപകരണങ്ങളുടെ പ്രതലങ്ങളിൽ ഇങ്ങനെ തളമിട്ടു. കസുവ ഇങ്ങനെ മുന്നോട്ട് നടന്നു, പിന്നെ ഒന്ന് സ്റ്റക്കായി. ഹലോ നമ്മളൊക്കെ ഉണ്ടവിടെ. കസുവ ഇങ്ങനെ തലതിരിച്ചു. യാ അല്ലാഹ്, മുത്തുനബിയെ ഒന്ന് നോക്കിയതുപോലെ എന്റെ ഹബീബ് അങ്ങ് ചിരിച്ചു. ഏത് ചിരി? നമ്മൾ രാവിലെയൊക്കെ നാട്ടിലാകുമ്പോ രാവിലെയൊക്കെ പറമ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാം രാത്രി പെയ്ത മഞ്ഞുകണങ്ങള്
ചെറിയ പുൽനാമ്പുകളുടെ അറ്റങ്ങളിൽ ഇങ്ങനെ തുളുമ്പാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രസന്ന പ്രഭാതം. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവ് പോലെ എന്റെ നബി അങ്ങ് ചിരിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ. നബിയുടെ ചിരിയെ കുറിച്ച് നോക്കൂ. ഒട്ടകം തല തിരിച്ചു, എന്നിട്ട് തന്റെ കൈ അങ്ങ് മടക്കി അങ്ങ് വീണു. ബദ്റു അലൈനാ അതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇയ നബി സലാ. രമിച്ച് ലയിച്ചു പാട്, ലയിച്ചു പാട്. റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും. എന്തൊരു ചന്തമാണ് ഈ രാവിന്, എന്തൊരു ചന്തമാണ് ഈ കവിൾ തടം എന്തൊരലങ്കാരം. പുന്നൂരിന്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരോ. പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാര തിരുമേനി മണത്തവർ ഇരുജഗമിൽ താരോ. പുന്നാര പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരോ. പുന്നൂരിൻ്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരോ. പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരോ. പഞ്ചാര തിരുമേനി മണത്തവ ഇരുജഗമിൽ താരോ. ഹബീബേ പുണ്യനബിയായി തപ്പനയുടെ മടൽ കയ്യിലെടുത്തു. അതിങ്ങനെ പറയുകയാണ്, നബിയേ പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ മാറ്റിവെച്ച ഒരു കഷ്ണമാണത് ഹബീബേ. അത് കയ്യിലെടുത്ത് കരയുകയാണ്, അങ്ങനെ ഉപേക്ഷിച്ചല്ലോ നബിയേ. സഹിക്കാൻ പറ്റണില്ല. കുറച്ചു നേരം മുത്തുനബിയുടെ ആ മിമ്പറിന്റെ ഒരു ഭാഗമാകാൻ കഴിയാത്തതിൽ അചേതനമായ ഒരു മരം കഷ്ണം പോലും കരഞ്ഞെങ്കിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ജീവനുള്ള മനുഷ്യന്മാർ ജീവിതകാലം മുഴുവൻ കരയണ്ടേ റസൂലുള്ളാഹിന്റെ സാമീപ്യമില്ലാത്തതിന്റെ പേരിൽ? ഒരു തവണയെങ്കിലും കിനാവിൽ വന്നോ നബി? നമ്മൾ എത്ര നിസ്കരിച്ചവരാണ്, എത്ര മീലാദ് ആഘോഷിച്ചവരാണ്, എത്ര മദീന ഫാഷൻ നടത്തിയവരാണ്. ഒരൊറ്റത്തവണ കിനാവിലൊരു നിലവായി മുഹമ്മദ് മുസ്തഫ. പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ എന്നാണെന്റെ കിന കൊതി തീരണ രവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. മണ്ടാവജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മണ്ടാവജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. മണ്ടാവജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മണ്ടാവജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. സാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോം
റോമാഞ്ചമാല കണ്ട് തീരാത്ത ജൈബ് റോസാദളത്തിൻ ചുണ്ട് റോജാറസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജൈബ് നബിയുടെ തിരുകരങ്ങളായി തപ്പനയുടെ മടലിൽ ഇങ്ങനെ തഴുകിയിട്ട് പറഞ്ഞു, നാളെ ജന്നത്തുൽ ഫിർദൗസിൽ എന്റെ സമീപത്തൊരു മരമാകാൻ ഞാൻ അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്യാം, ശുപാർശ ചെയ്യാം. പതിയെ പതിയെ അതിന്റെ കരച്ചൽ ഇങ്ങനെ അടങ്ങി. ഹബീബേ ഹബീബേ, ഇത് ലൈവായി സഹാബത്ത് കാണുകയാണ്. മുത്തുനബിയായി തപ്പനയുടെ തണ്ടിനോട് വർത്തമാനം പറയുന്നത്, കരച്ചല് പതിയെ പതിയെ അടങ്ങുന്നത്. അമ്മിഞ്ഞ കിട്ടിയാൽ കാറിക്കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം താഴുന്നതുപോലെ കരഞ്ഞു വിലപിച്ച മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ഭാഗം ആ കരച്ചല് നിർത്തിയപ്പോ പുണ്യനബി പറഞ്ഞു, മണല് മാന്ത്, ദേ ഇവിടെ നിങ്ങളിപ്പൊ കാണുന്ന ഈ തൂണില്ലേ, ഇവിടെ ഹബീബേ, ഇവിടെ ഇവിടെ മണലുമാന്തി. മണലിലെ മദീനത്തെ പള്ളിയെന്ന്. എന്നിട്ട് പുണ്യനബി പറഞ്ഞു, അവിടെ കുഴിച്ചിടാൻ. അവിടെ കുഴിച്ചിട്ടു. പിന്നീട് അവിടെ വെച്ച തൂണിന് പേരാണ് ഉസ്തുവാനത്തു ഹന്നാന. മദീനത്തെ നിങ്ങൾ എന്തെങ്കിലും ശരീരം കൊണ്ടുവരുമ്പോ ഈ തൂണിന്റെ പേര് കാണുമ്പോ, അവിടെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ, സുജൂദ് ചെയ്യുമ്പോ നിങ്ങളുടെ തലയുടെ താഴെ മുത്ത് ഹബീബിന്റെ തിരുകര സ്പർശ സായൂജ്യമറിഞ്ഞ ഒരു ഈത്തപ്പനയുടെ മടല് കാത്തിരിക്കുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീലൂതി ലോകം അവസാനിച്ച് സ്വർഗനരക വിഭജനം കഴിഞ്ഞിട്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഒരു മരമാകാൻ സൗദി അറേബ്യയിലെ മദീനയിലെ മസ്ജിദുൽ നബവിയുടെ ഈ തൂണിന്റെ അടിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. റൗളയിൽ പോകുമ്പോ തരിക്കണം കാല്, നിറയണം കണ്ണ്. വെറുതെ പറയല്ല, ഒരോളത്തിന് പോകരുത്. അമീറുമാര് പറയും 2 റക്അത്ത് വേഗം നിസ്കരിച്ചോളി, കറുപ്പന്മാര് എന്നുണ്ട്. ഹബീബേ, കറുപ്പന്മാരെന്നോ? ബിലാല് ബാങ്ക് കൊടുത്ത പള്ളിയിൽ എന്നിട്ടൊരു ഹാലില്ലാതെ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. നോക്കൂ, ഇടതുഭാഗത്ത് 8 മീറ്റർ അപ്പുറത്ത് എന്റെ ഹബീബിന്റെ റൗളയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയാണ് അവിടെ. 2ാമത്തെ തൂണ് ഉസ്തുവാനത്തു ആയിഷ, 3ാമത്തെ തൂണ് ഉസ്തുവാനത്തു അലി, 4ാമത്തെ തൂണ് ഉസ്തുവാനത്തുൽ വഫൂദ്, 5ാമത്തെ തൂണ് ഉസ്തുവാനത്തു സരീർ, 7ാമത്തെ തൂണ് ഉസ്തുവാനത്തു തൗബ, 8ാമത്തെ തൂണ് ഉസ്തുവാനത്തുൽ ഹിർസ്, 9ാമത്തെ തൂണ് ഉസ്തുവാന ജിബ്രീൽ. 2 റക്അത്ത് നിസ്കരിച്ചോളി, ഇവിടെ നിന്ന് നിസ്കരിച്ചോളി. ഹബീബ് 14 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഇരുന്നിട്ടാണ് ആ മിമ്പറിലേക്ക് സഹാബത്ത് നോക്കിയത്. 14ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രശോഭയോടെ എന്റെ നബി അവിടെയാണിരുന്നത്. സല്ലല്ലാഹു അലൈഹി കറുത്ത മുടി, ഇടത്ത് നിന്ന് വലത്തോട്ട് ചീകി വെച്ച മുടി, ചിലപ്പോൾ ചെവിക്കുന്നിവരെ, ചിലപ്പോൾ തോളുവരെ നീണ്ടു മനോഹരമായ കേശാലങ്കാരം. ഓരോന്ന് പറയുമ്പോ ഉറക്ക സലാത്ത് ചെല്ലണം. നീളം മുടിയല്ല, ചുരുണ്ട മുടിയുമല്ല, ഉള്ളഴകുള്ള തിങ്ങിയ മുടി. മുഹമ്മദ് മുസ്തഫ എന്റെ നബിയുടെ മുടിക്ക് കറുപ്പാണ്. എന്റെ
നബിയുടെ നെറ്റിത്തടം വിശാലമാണ്. എന്റെ നബിയുടെ പുരികങ്ങൾ നീണ്ടു വളഞ്ഞതാണ്. എന്റെ നബിയുടെ കണ്ണുകളോ വിരിഞ്ഞ കണ്ണുകളാണ്. സല്ലല്ലാഹു. എന്റെ നബിയുടെ കൃഷ്ണമണികൾ കറുപ്പാണ്. ചിലര് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയന്നു, പേടി കൊണ്ടല്ല. ഹബീബിന്റെ വെളുത്ത കണ്ണിന്റെ പ്രതലങ്ങളിൽ 2 ചെമപ്പ് ഞരമ്പുകൾ അതുപോലും റെക്കോർഡ് ചെയ്യപ്പെട്ടു. അനസ് തങ്ങൾ പറയാണ്, ഹബീബിന് ദേഷ്യം വരുമ്പോൾ അത് പെടയ്ക്കുന്നത് ഞാൻ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കരയ് ഹബീബേ, ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ഹബീബിനെ കാണണോ? എന്റെ റസൂലുള്ളാഹിന്റെ നാസിക, മൂക്ക് മദ്യം അല്പം ഉയർന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ട നാസികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ നാസാദ്വാരങ്ങൾ ചെറുതോ വലുതോ അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിന്റെ മൂക്കിന്റെ തുമ്പത്ത്, ഇത് ബഷീറിന്റെ വാക്കുകളുടെ വാഗ്വിലാസമല്ല, ചന്തചാരുതയുള്ള കാൽപ്പനിക മനോഹരമായ വാക്കുകളല്ല, അനസ് തങ്ങൾ പറഞ്ഞതാണ്. റസൂലുള്ളാഹിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒരു മുത്തുരത്നം പോൽ തിളക്കമുണ്ട്. സല്ലല്ലാഹു അലൈഹി. ഇന്ന് കാണണം, ഇന്ന് വന്നിട്ട് നബിങ്ങളോട് ചിരിക്കണം. റസൂലിനരിക് തോരാത്ത മഞ്ഞിൻ കുളിര്, ചൂട്ടില്ലലിഞ്ഞ മണ്ണിന് പോലും ഫളായില്, തൊളിലിറങ്ങിയ ഷഅറ് തൊട്ടാൽ മിനുങ്ങും കവിള്, ടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്, യമാനിന്റെ നൂല് കൊണ്ട് തീർത്ത മേനിയോ, ഇലാഹിന്റെ നൂറ് കൊണ്ട് വാർത്ത സൂര്യനോ, യമാനിന്റെ നൂല് കൊണ്ട് തീർത്ത മേനിയോ, ഇലാഹിന്റെ നൂറ് കൊണ്ട് വാർത്ത സൂര്യനോ, അവരൊപ്പമിരിക്കാൻ ബിലാൽ തങ്ങൾ ചേർത്തൊരു പൂമനമേ, അവിടത്തി മരിക്കാൻ ഉവൈസിനുള്ളിൽ പാർത്തൊരു പൂഗനവേ, അവരൊപ്പമിരിക്കാൻ ബിലാൽ തങ്ങളെ ചേർത്തൊരു പൂമനമേ, അവിടത്തി മരിക്കാൻ ഉവൈസിനുള്ളിൽ പാർത്തൊരു പൂങ്കനവേ, കസ്തൂരിയോ കൽക്കണ്ടമോ കവിയെഴുതിയതാ കനിയേ, കസ്തൂരിയോ കൽക്കണ്ടമോ കവിയെഴുതിയതാ കനിയേ, കൺപീലികൾ പുഞ്ചീളുകൾ ഇരുസുറുമയിലത് തനിയേ, കൺപീലികൾ പൊൻചീളുകൾ ഇരുസുറുമയിലത് തനിയേ, സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ, സുഗന്ധത്തിൻ തോണിയിൽ സുവർഗത്തിൽ പോയി ഞാൻ, സലാം ചൊല്ലി നോക്കി ഞാൻ സുവർണത്തിൻ താജരേ, സ്വയം മറന്നു ഞാൻ സുഖരസമധുമഴയിൽ, ചിരിമണി ചിതൊരുന്നൊരുളി കമറേ, തിരുമൊഴി വിതൊരുന്നൊരു ദിബദരേ, തിരകളിലൊഴുകി വന്നകം നിറേ, അഴകിലും അഴകന്റെ തിരുനബിയേ.
ഹബീബിന്റെ മുഖം വട്ടമുഖമല്ല, ഹബീബിന്റെ മുഖം നീളമുഖവുമല്ല, എന്റെ ഹബീബിന്റെ മുഖം മാംസം തിങ്ങിയതല്ല, എന്റെ ഹബീബിന്റെ മുഖം ഒട്ടിയ കവിളുമല്ല. 14-ാം രാവിലെ ചന്ദ്രന്റെ നിലാവ് ഒഴുകി നടക്കുന്ന മുഖകമലമാണ്. എന്റെ ഹബീബിന്റെ ചുണ്ടുകളോ ചെറുഞ്ചിപ്പഴം പോലെ തുടുത്ത അതരപുടങ്ങളാണ്. ഹബീബിങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക്. റോസാദളങ്ങളുടെ സന്നിഗ്ധത എന്റെ ഹബീബിന്റെ ചുണ്ട് രേഖപ്പെടുത്തുകയാണ്. ഹബീബായ പ്രവാചകരൊന്ന് ചിരിച്ചാലോ അവിടത്തെ പല്ലുകൾക്ക് ദന്തനിരകൾക്ക് നക്ഷത്രത്തിളക്കമാണ്. അനസുതങ്ങൾ പറയാണ്, അവിടത്തെ പല്ലുകളിലൂടെ ഒരു നക്ഷത്ര കുഞ്ഞു ഓടി നടക്കുന്നത് പോലെ പല്ലുകൾക്ക് വല്ലാത്ത തിളക്കമാണ്. ഹബീബ് ചിരിക്കുമ്പോൾ, ഹബീബിങ്ങളെ മുത്തുനബി ചിരിക്കുമ്പോൾ 2 ഉളിപ്പല്ലുകൾ കാണുന്ന അത്രേ റസൂലുള്ള ചിരിക്കാറുള്ളൂ. അപൂർവമായ ചില സമയങ്ങളിൽ അണപ്പല്ല് കാണുന്ന അത്രയും പുണ്യനബി ചിരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ശബ്ദമുണ്ടാക്കി നബി ചിരിച്ചിട്ടില്ല. എന്നെന്റെ നബി ചിരിച്ചിട്ടില്ല. മന്ദഹാസമാണ്. ഈ മിമ്പറിൽ പുണ്യനബി ഇരിക്കുമ്പോ ഇവിടെ അബൂബക്കർ, ഇവിടെ ഉമർ, അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹും സഹാബത്ത് നോക്കിയിരിക്കുകയാണ്. അവിടെയാണ് കോഴിക്കോട് ജില്ലാ SKSSF കമ്മിറ്റി നമ്മളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. എന്റെ നബി സംസാരിക്കുമ്പോൾ ഹബീബേ പവിഴമുത്തുകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ കനവിൽ വന്നതോ അതിലേറെ ശോഭനാനൻ നബിയിൽ കണ്ടതോ ഒരു 100 മാരിവില്ലൻ കനവിൽ വന്നതോ അതിലേറെ ശോഭനാനൻ നബിയിൽ കണ്ടതോ ഒരു മുത്തമിടാന സവാദ് തങ്ങൾ വിമ്പിയ പൂമുഖമേ അത് കിട്ടിയ ഫാത്തിമ വഫാത്തിൻ നേരം പൊട്ടിയ പൂങ്കരളേ ഒരു മുത്തമിടാന സവാദ് തങ്ങൾ വിമ്പിയ പൂമുഖമേ അത് കിട്ടിയ ഫാത്തിമ വഫാത്തിൻ നേരം പൊട്ടിയ പൂങ്കരളേ. റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിയുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു അത്ര മനോഹരമായിട്ടാണ് എന്റെ നബി സംസാരിച്ചത്. ഇന്നമാ ബുഇസ്തു ബിജവാമിൽ കലിം, ഞാൻ ഏറ്റവും മനോഹരമായ സാഹിത്യ സംസാര നിയോഗമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അവിടത്തെ താടി ഒരു കൈകൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്നതാണ്. അവിടത്തെ പെരടി ബലിഷ്ഠമാണ്. തൂലുൽ മർബൂഅ, വിശാലമായ ചുമലുകളാണ്. വിരിഞ്ഞ നെഞ്ചാണ്. എന്റെ നബിയുടെ നെഞ്ചിൽ നിന്നൊരു രോമരാജ് താഴേക്ക്. അവിടത്തെ വയറ് കുംഭവയറല്ല, അവിടത്തെ വയറ് ഒട്ടിയ വയറല്ല. അനസ് തങ്ങൾ എന്നെ പറയട്ടെ, നെഞ്ചും വയറും സമമാണ്. ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ വയറിൽ 3 നേർത്ത ചുളിവുകളുണ്ട്. നിങ്ങൾ 6 പാക്ക് എന്ന് പറയാറില്ലേ? എന്റെ ഹബീബിന്റെ മനോഹരമായ പുരുഷ പൗരുഷ ലക്ഷണം എന്ന പോലെ 3 നേർത്ത ചുളിവുകളുണ്ട്. എന്റെ നബി വെളുപ്പാണോ? അല്ല. എന്റെ നബി കറുപ്പാണോ? അല്ല.
എന്റെ നബി ചമപ്പാണോ? അല്ല, ചമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിന്റെ സ്വർണ്ണവർണ്ണമേ മുഹമ്മദ് മുസ്തഫ. എന്റെ റസൂലുള്ളാന്റെ കൈകാലുകൾ നീണ്ടതാണ്, വിരലുകളോ നീളമുള്ളതാണ്, അവിടുത്തെ നഖങ്ങളോ മിനുസമുള്ളതാണ്. യമനി പട്ടിന്റെ മാർദ്ദവമാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ സ്പർശിച്ചിട്ടില്ല, ഒരു പട്ടും സ്പർശിച്ചിട്ടില്ല എന്റെ ഹബീബിന്റെ തൊലി പോലെ മാർദ്ദവമായതെന്ന് മുആദ് റളിയല്ലാഹു അൻഹു. ഹബീബേ, എന്റെ നബി ഒരു വഴിയിലൂടെ നടന്നു പോയാല് അവിടെ അത്തറിന്റെ മണമാണ്. ഇത് വെറുതെ പറയുകയല്ല, എന്റെ ഹബീബിന്റെ മണം. ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അങ്ങാടിയിൽ കൂടിയിരിക്കുന്ന കുഞ്ഞു മക്കളെ കണ്ടപ്പോ എന്റെ നബി അവരുടെ കവിളണകളിൽ പതുക്കെ ഇങ്ങനെ തലോടി. എല്ലാവരുടെയും കവിളുകളിൽ പുണ്യ നബിയുടെ തിരുകര സ്പർശ സായുജ്യം മുത്തുനബി പോയി. പക്ഷേ ഈ കുട്ടികൾ നടന്നു പോകുമ്പോ അവരുടെ കവിളില് മുഴുവൻ അത്തറിന്റെ മണമാണ്. ഏതോ അത്തറിന്റെ ഭരണയിൽ കൈമുക്കിയതുപോലെ പുണ്യപൂമാന്റെ കൈകൾക്ക് മണമാണ്. എന്റെ നബി ഉറങ്ങിക്കിടക്കുമ്പോ കണ്ണുകൾ ഉറങ്ങിയാലും കൽബുറങ്ങില്ല. എന്റെ നബി സൂര്യൻ അഭിമുഖമായി നടന്നാല് ഇപ്പുറത്ത് നിഴല് വരില്ല. മിന്നൂരില്ല കുല്ലു ശൈഇൻ മിന്നൂരി. ഞാൻ അല്ലാഹുവിന്റെ വെളിച്ചമാണ്. എന്റെ വെളിച്ചത്തിൽ നിന്നാണ് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, അർശ്, കുർശ്, ലൗഹ, ഖലം, ബൈത്തുൽ ഉസ്സ, ബൈത്തുൽ മഅ്മൂർ, കുല്ലും മിൻ നൂരി. എന്റെ നൂറിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. കാണാത്തതാണ് ജീവിതത്തിന്റെ വേദന. എന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല. എന്റെ ഹബീബ് മൂത്രമൊഴിച്ചാൽ അത് ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. ഹബീബിങ്ങളെ പിരിയാൻ നേരമായി. 2 മണിക്കൂറായിട്ടും ഞാൻ ഒരു 10 മിനിറ്റാ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഒരു സ്പാർക്കിങ്ങിന് വേണ്ടിയാണ്. റൗളയിൽ സലാം പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എന്റെ നബി 63 കൊല്ലം ജീവിച്ചോ. 63 കൊല്ലക്കാലത്തിനിടക്ക് ഹബീബെ റൗളയിലല്ലേ നമ്മള്? ആ ഗ്രില്ലിലേക്ക് നോക്കിയാണ് ഞാൻ പറയുന്നത്. 63 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്റെ ഹബീബിന്റെ തിരുമേനിൽ ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല. എന്റെ ഹബീബിന്റെ തിരുമേനിൽ ഒരു കൊതുക് വന്നിരുന്നിട്ട്. എന്റെ ഹബീബിന്റെ തിരുമേനി ഒരീച്ച 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വന്നില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അന്ന് പുറത്തേക്കിറങ്ങാണ് റൗളയിൽ നിന്ന്. കനീസ വിളക്കുകൾ അലങ്കാരം ചൊരിയുന്ന മണിയറയായ സ്വർഗത്തിൽ നിന്ന് പുറത്തെ സൗദി അറേബ്യയുടെ റോയൽ ആർമി കാത്തു നിൽക്കുന്നുണ്ട്. സ്ക്രീനൊന്നു മാറ്റിയാൽ ഒരുപക്ഷെ പുണ്യ നബിയോട് സലാം പറയുന്ന ഭാഗം കാണാം. 3 ദ്വാരങ്ങളുള്ള ഭാഗം. നമ്മൾ സ്ക്രീൻ ഉണ്ടായില്ലെങ്കിലും നമ്മൾ അവിടെയല്ലേ. നിങ്ങൾ കണ്ടോ പോലീസുകാരെ കണ്ണ് തുറന്നിരിക്കുന്ന CCTV ക്യാമറകളെ? ഹബീബിന്റെ അരികിൽ സലാം പറയാൻ നിൽക്കുകയാണ്. 5 മീറ്റർ അടുത്ത് മുത്തുമണികളെ റസൂലുള്ള ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. നമ്മൾ സലാം പറയുമ്പോ റസൂല് നമ്മളെ നോക്കിയാണ് കിടക്കുന്നത്. റസൂലുള്ള അവിടെ ജീവിച്ചിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ വഫാത്താകാൻ പോകുന്ന വേളയിൽ
അവിടെ നിന്ന് വസീയത്ത് ചെയ്യുകയാണ്, എനിക്ക് റൗളയിൽ എന്നെ മറവ് ചെയ്യണം. ജീവിതകാലത്ത് നിഴലില്ലാത്ത മുത്തിന്റെ നിഴലായി നടന്ന അബൂബക്കർ പറയാണ്, പക്ഷെ നിങ്ങൾ ഓടിച്ചെന്ന് റൗളയിൽ മറവ് ചെയ്യരുത്. എന്റെ ജനാസ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ മുത്തുനബിയോട് ചോദിക്കണം. അന്ന് വഹാബികളില്ല, അന്ന് ജമാഅത്തുകാരനും തബ്ലീഗുകാരനും ഇല്ല. അല്ലെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കും, മരിച്ചുപോയ നബിയോട് എങ്ങനെയാണ് സമ്മതം ചോദിക്കുക? പക്ഷെ അവരൊക്കെ സുന്നികളായതുകൊണ്ട് മുത്തു നബിയുടെ മുന്നിൽ എന്റെ ജനാസ വെച്ചാൽ അബൂബക്കറിനെ അവിടെ കിടക്കാൻ അനുവാദമുണ്ടോ നബിയെ എന്ന് ചോദിക്കണം. ഇതാ അബൂബക്കർ തങ്ങളുടെ ജനാസ റൗളയിലെത്തി. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ഹബീബ് ചെരിഞ്ഞു കിടക്കുകയല്ലേ? ആ ജനാസ അവിടെ വെച്ചിട്ട് അബൂദറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയപ്പെടുന്നു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരൻ അവിടെ അടുത്ത് കിടക്കാൻ സമ്മതം ചോദിക്കുന്നു നബിയേ. ഒരാള് പോലും അതെന്തിന് അങ്ങനെ നബി കേൾക്കുമെന്ന് ചോദിച്ചതായി ഒരു സിറയിലും കാണുന്നില്ല. ചോദിച്ചപ്പോൾ റൗളയിൽ നിന്ന് മറുപടി, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, കൂട്ടുകാരനെ കൂട്ടുകാരനിലേക്ക് ചേർത്ത്. അപ്പൊ റസൂലുള്ള കാണുന്നില്ലേ? അപ്പൊ റസൂലുള്ള കേൾക്കുന്നില്ലേ? ഉമർ തങ്ങൾ വഫാത്താകാൻ നേരം പൊന്നാര ഹബീബിങ്ങളെ നമ്മൾ എത്ര പ്രസംഗത്തിൽ കേട്ടതാണ്. ഫാറൂഖ് തങ്ങളെ കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. വീരപ്പുലി കിസ്റയുടെ കൈസറിന്റെ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ധീരൻ വഫാത്തിന്റെ നേരം മകൻ അബ്ദുള്ളയോട് പറയാൻ, ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെല്ലോ, ഒരു ഖബറിന് കൂടി ഇടമുണ്ട്, ഒന്ന് എനിക്ക് പറ്റുമോന്ന് ചോദിക്കും. മടങ്ങി വന്ന് അനുവാദം തന്നാൽ ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഒന്നുകൂടി പോയി ചോദിക്കണം. അത് അവർക്ക് ഉള്ള സ്ഥലല്ലേ. ഇത് പറഞ്ഞിട്ട് അബ്ദുള്ളയോട്, ഹബീബിങ്ങളെ കിടുകിടാ വിറപ്പിച്ച ധീരനായ ഉമർ പറയാണ്, എന്റെ തല മണ്ണിലേക്കൊന്നു വെക്കുമോ? മകന്റെ മടിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തല. മുത്തുനബിയെ കൊല്ലാൻ വന്നത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഫാറൂഖിനെ. ആ മനുഷ്യന്റെ ഇടപെടലുകളെ, ആ മനുഷ്യന്റെ ധീരമായ പോരാട്ടങ്ങളെ, ഇസ്ലാമിന്റെ വൈജയന്തി പറപ്പിച്ച ദിഗ്വിജയങ്ങളുടെ വിജയനായകന് അവസാനം പറയാണ്, എന്റെ തല മദീനയിലും മണ്ണിലൊന്ന് വെക്കടാ അബ്ദുള്ളോ. ആളുകൾ സംശയിച്ചു, എന്താണ് ഇങ്ങനെ പറയുന്നത്? ലോകം ഭരിച്ച മദീന ഭരിച്ച ഉമർ മണ്ണിൽ തല വെച്ച് കിടക്കുന്നത് കണ്ടിട്ടെങ്കിലും അള്ളാഹുവിന് ഉമറിനോടൊരു കരുണ തോന്നട്ടെ മകനെ. അള്ളാന്റെ റസൂലിനോടുള്ള ഏതെങ്കിലും കാര്യത്തിൽ പിഴവ് വന്നോ എന്നുള്ള പേടിയുണ്ട്. മുഅ്മിനേ, ആരാണിത് എനിക്ക് വയ്യ ഹബീബേ പറയാ, ആരാണിത് പറയുന്നത്? ആരാണ്? ഉമർ ഒരു വഴിയിലൂടെ വന്ന ഇബ്ലീസ് വഴിമാറുവെന്ന് ആപ്തവാക്യമോ സംസാരമോ അല്ല എന്റെ മുത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞയാൾ. എന്റെ തല മണ്ണിൽ വെക്ക് അബ്ദുള്ളാ. പടച്ചോനത് കണ്ടിട്ട് ഉമറിനോടൊരു കരുണ തോന്നട്ടെ. അവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഒന്നാമത്തെ ഒരു ദ്വാരം കാണാം. ഈ സ്ക്രീനിൽ കാണുമല്ല, ഇപ്പൊ കാണുന്നതല്ല, ചിലപ്പോ ഈ കാണാട്ട ഇത് ഇങ്ങോട്ട് നീക്കാനൊന്നും പറ്റില്ലല്ലോ. ആകോട്ടെ, നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോകും. ഹബീബിങ്ങളെ ഒന്നാമത്തെ ഒരു ദ്വാരം കാണാം. ഇതിലൂടെ നോക്കിയാൽ കാണുന്നത് ഒരു ഫ്ലാറ്റായി കിടക്കുന്ന ഒരു ഖബറിന്റെ സ്ഥലമാണ്. നിങ്ങൾ ശരീരം ഇപ്പൊ നമ്മൾ SKS കൊണ്ടുപോയതാ, നമ്മൾ റൗളയില. നിങ്ങൾ ശരീരം കൊണ്ടൊരിക്കൽ പോകുമ്പോ നോക്കുമ്പോ ഒരു ഓളത്തിൽ പോകരുത്, തിരക്കിൽ വിട്ട്. അപ്പൊ ചിന്തിക്കണം, അവിടെ റൂഹുല്ലാഹി ഈസാ
അലൈഹിസ്സലാമയെ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ്. ആലോചിച്ച് നോക്കി, ഖിയാമത്ത് നാളിന്റെ അവസാനം ഡാമസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ ജിബ്രീലിന്റെ ചിറകിലേറി വരുന്ന റൂഹുല്ലാഹി ഈസ. നമുക്കൊക്കെ കേട്ടറിയുന്ന സംഭവം. മുത്തുനബിക്കും മുന്നേ വന്നുപോയ മറിയമിന്റെ പുത്രൻ. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് ومبشرا برسول يأتي من بعد اسمه أحمد صلى الله عليه وسلم. അത് പറഞ്ഞ ഈസാ പ്രവാചകൻ ഇവിടെയാണ് മറവ് ചെയ്യപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കിക്കല്ലേ, ലൈറ്റ് ഇട്ടോട്ട് നമ്മൾ സലാം പറയാം. ലൈറ്റ് ഇട്ടോ ഹബീബെ, അവസാന മുഹൂർത്തത്തിൽ ഒന്ന് കരയോ നിങ്ങൾ? വാവിട്ട് കരയൂ ഹബീബെ, എനിക്ക് പൈസ ഇട്ടാനല്ല ഹബീബെ. ഒരു തുള്ളി കണ്ണീരോടെ വിട പറയണം. നമുക്ക് പറഞ്ഞായ്ക്ക് പൂതി തീരാതെ സുബൈ വരെ പറയണമെന്നുണ്ട്, പക്ഷേ പരിമിതികളുണ്ടല്ലോ. അതാണ് ഞാൻ ചരിത്രമൊന്നും പറയാതെ ഇമോഷണൽ ഫീലിംഗിലൂടെ കൊണ്ടുപോയത്. ലൈഫിലെ അപൂർവ ചാരുതയുള്ള ഒരു രാത്രിയായി അള്ളാഹു ഇത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കട്ടെ. നമ്മളിതാ ഇവിടെ കടന്നു. ഈ തൂണ് കണ്ടോ? ഈ തൂണ് കണ്ടോ നിങ്ങള്? ഇവിടെ എഴുതിയിട്ട വാചകം എന്താണെന്നറിയുമോ? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അളുമുഹു ഫതാബ മിൻ തീബിഹിൻ നൽഖാഉ വല്ലകമു നഫ്സി ഫിദാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഇമാം അത്തബി റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഞാൻ സംഭവം പറയണില്ല, ഇപ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട്. യാ ഖൈറ മൻ ദുഫിനത്, ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരെ എന്ന് മുത്തുനബിയെ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് സലഫികൾ ഭരിക്കുന്ന സൗദി അറേബ്യയിൽ ഇപ്പോഴും വായിച്ചിട്ടില്ല. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ 12-ന് ഞാൻ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇവിടെ നിന്ന് സലാം പറയുമ്പോ ഈ സദസ്സിലുള്ള നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും അല്ലാഹു ഓർമ്മ തരട്ടെ. ഹബീബേ, നമ്മൾ ഒന്നുകൂടി സൂമാക്കിയത്. ഇതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇത്ര അടുത്താ നിൽക്കുക, അവിടെയാണ് നിൽക്കുക. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോ ഞങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ്. നല്ല തിരക്കാകും, പോലീസുകാർ നിങ്ങളെ ഓടിക്കുന്നുണ്ടാവും. അപ്പോഴും ഒരു സെക്കൻഡ് നേരാണെങ്കിലും നിന്നിട്ടാലോചിക്കണം, റബ്ബേ ഖിയാമത്ത് നാളില് എല്ലാ ലോകം അവസാനിച്ച് ഒരു ഫ്ലാറ്റ് പോലെ ഭൂമി കിടക്കുമല്ലോ. നമ്മുടെ കോഴിക്കോട് നിന്നൊരു പന്തങ്ങ് തട്ടിയാൽ ദൂരെ കാനഡ വരെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ ഫ്ലാറ്റായി കിടക്കും. കടലില്ല, മലയില്ല, ഭൂമിയില്ല, ഫ്ലാറ്റ്. അതാ ഇസ്രാഫീൽ രണ്ടാമത്തെ ഊത്തൂതാൻ പോവുകയാണ്. അതിനു മുമ്പേ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. എന്തിനാന്നറിയോ? ഹബീബിനെ കൊണ്ടുപോകാൻ. ഇപ്പൊ 1500 സംവത്സരായി. ഇനി ഖിയാമത്ത് നാൾ എത്ര സംവത്സരാകും എന്നറിയില്ല. അപ്പൊ ജിബ്രീൽ ഇങ്ങനെ നോക്കും, എവിടെയാണ് മദീന, എവിടെയാണ് റൗള? കാണില്ല. അപ്പോഴും പ്രകാശം ഇതാ ഇവിടെ നിന്ന് മുകളിലേക്ക് ഉയരും. ഖാല റസൂലുള്ളാഹി. അതാലോചിക്കണം നിങ്ങൾ. അപ്പൊ ജിബ്രീൽ അവിടേക്ക് എത്തും. എന്നിട്ട് ആ ഭൂമിയിൽ ഇങ്ങനെ മൃദുവായി ഒന്നടിക്കും. ഖും യാ മുഹമ്മദ് ബിഇദ്നില്ലാഹ്. എഴുന്നേൽക്കു നബിയേ. ഹബീബേ, മണ്ണങ്ങ് പിളരും, മണ്ണങ്ങ് പിളരും. എന്റെ നബി ഇവിടെ നിന്നങ്ങ് എഴുന്നേൽക്കുകയാണ്. ജിബ്രീലിനെ കാണുകയാണ്.
ആദ്യം എഴുന്നേൽക്കുന്നത് ആദ്യമ മനുഷ്യൻ ആദമല്ല, അന്ത്യപ്രവാചകൻ. എന്റെ ഹബീബിന്റെ തലയിൽ മണ്ണ്, എന്റെ ഹബീബിന്റെ താടിയിൽ മണ്ണ്. കണ്ടയുടനെ ജിബ്രീലിനോട് ചോദിക്കും, ഇത് ഏതാണ് ദിവസം? ഇത് ബഅസിന്റെ ഹശറിന്റെ ദിവസമാണ് നബി. റസൂൽ പറയും, എനിക്കിതൊരു സന്തോഷമുള്ള വാക്കൊന്ന് പറയൂ നിങ്ങൾ. അപ്പൊ ജിബ്രീൽ പറയും, ഇത് ഓർത്ത് നിങ്ങൾ കരയണട്ടോ, ഒരു സെക്കൻഡ് നേരാണ് കിട്ടുന്നതെങ്കിലും. അപ്പൊ ജിബ്രീൽ പറയും, നബിയെ അങ്ങേ കാണുന്ന ഹൗദുൽ കൗസർ അതല്ല ജിബ്രീലേ, നബിയെ അങ്ങേ കാണുന്ന മഖാമൻ മഹ്മൂദ് അതല്ല ജിബ്രീലേ, നബിയെ അങ്ങേ കാണുന്ന ലിവാഉൽ ഹംദ് അതൊന്നുമല്ല. കുറെ സംസാരം ഉണ്ടായിട്ടില്ല, അതൊന്നുമല്ല ജിബ്രീലേ. ജിബ്രീൽ ഇങ്ങനെ അത്ഭുതപ്പെടും, എന്താണ് ഈ റസൂല് ചോദിക്കുന്നത്? അപ്പൊ എന്റെ ഹബീബ് ചോദിക്കുന്ന വാക്കിൽ നിന്ന് നമ്മൾ ഇന്ന് പിരിയുകയാണ്. മുത്തുമണികളെ, ഹബീബേ, നമുക്ക് നബിയെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എങ്കിൽ കേട്ടോളൂ. എന്റെ നബി ചോദിക്കുകയാണ്, ഐന ഉമ്മത്തി ഉമ്മത്തി ഐന ഉമ്മത്തി, എന്റെ ഉമ്മത്തെവിടെ ജിബ്രീലേ? എന്നെ കുറിച്ചാണ് ആ ചോദ്യം, നിങ്ങളെ കുറിച്ചാണ് ആ ചോദ്യം. അവരൊറ്റ ചോദ്യം പോരെ ഹബീബിനെ സ്നേഹിക്കാൻ. എന്റെ ഉമ്മത്തെവിടെ, എന്റെ ഉമ്മത്തെവിടെ? ഏത് നിമിഷമാണ് ഒരൊറ്റ മനുഷ്യനും ഖബറിൽ നിന്ന് എഴുന്നേൽക്കാത്ത നിതാന്ത ശൂന്യത, മഹ്ശറയിലേക്കുള്ള യാത്രയിൽ ഈ മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എഴുന്നേറ്റിട്ട് എന്റെ ഉമ്മത്തെവിടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാം പറഞ്ഞോളൂ. പുണ്യനബിയോട് പിരിയുകയാണ്. എന്റെ ഹബീബ് ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും, മീസാന്റെ അരികിൽ കാത്തു നിൽക്കും. പടച്ചോനെ തൗഫീഖ് നൽകണേ റബ്ബേ. എന്തിനാ റസൂലുള്ള കാത്തു നിൽക്കണം? എന്തെങ്കിലും നന്മ തിന്മ തൂക്കുമ്പോ കുറവ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാനല്ലേ. അല്ല, അപ്പൊ റസൂലുള്ള അവിടെ നിന്നിട്ട് എന്താ കാര്യം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നിങ്ങളവിടെ കണ്ടില്ലെങ്കിലോ നബിയേ? ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും, നിങ്ങളെ കാത്ത് കാത്ത്. എന്തൊരു സ്നേഹാണ് ഹബീബേ ഉമ്മത്തിനോട്. നമുക്ക് നബിയോട് അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയോ? തെറ്റ് ചെയ്യണില്ലേ ഞാനും പറഞ്ഞതിനൊക്കെ എതിരല്ലേ ചെയ്യണത്? ഒരു ദിവസം ഒരു തവണ പോലും റസൂലുള്ളാഹിനെ ഓർക്കാത്ത എത്ര ദിവസമാണ് കടന്നുപോയത്? എത്ര ആശിക്യങ്ങളാണ് മദീന ഓർത്ത് വിലപിച്ചത്? നമ്മുടെ അടുത്ത് എവിടെ? നമ്മൾ ഭയങ്കര സെറ്റപ്പ് അല്ലേ, നമ്മൾ ഭയങ്കര സംഭവല്ലേ. ബഷീർ പറയണത് പോലും പൈസക്കല്ലേ. നമ്മൾ ഒരുമിച്ച് കൂടിയത് പോലും പലതരത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിലല്ലേ. ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിങ്ങളെ കാത്തു നിൽക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ, അഥവാ ഇനി അവിടെ വെച്ച് ഞങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലോ നബിയോ? ഞാൻ സിറാത്ത് പാലത്തിന്റെ അരികിൽ നിങ്ങൾ കാത്തു നിൽക്കും സഹാബാ. എന്റെ നബി അവിടെ വരെ നമ്മൾ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സഹാബത്ത് ചോദിച്ചു, നബിയേ, അവിടെ അങ്ങേ കണ്ടില്ലെങ്കിലോ നബിയേ? എന്റെ നബി മറുപടി പറഞ്ഞില്ല. എന്ന് വെച്ചാൽ സിറാത്ത് പാലത്തിന്റെ അവിടെ നബിനെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. പടച്ചോനെ കാക്കണേ അല്ലാ. മുത്തുനബിയുടെ മദീനയിൽ നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അവിടെ പോകാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിനെ ഈ രാത്രിയോ മറ്റൊരു രാത്രിയോ കിനാവിൽ കാണിക്കണേ റബ്ബേ. പടച്ചവനെ ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ യാ റഹ്മാൻ റഹീം. സയ്യിദ് അവർകളാണ് ദുആക്ക് നേതൃത്വം നൽകുന്നത്.
നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ലൈഫിൽ രാത്രി മറക്കാതിരിക്കട്ടെ. ഒരു സ്പാർക്കിംഗ് ഉണ്ടായി നമ്മൾ അല്ലേ? മദീനയെ കുറിച്ച് മനോഹരമായി രണ്ടുപേരും ഒരു പാട്ട് പാടും. അത് നമുക്ക് പിരിയാം. നമ്മൾ ആ റൗളയുടെ ഇതിനെ മറ്റേ ചിത്രം എടുക്കട്ടെ. ഫുൾ വീഡിയോ വരും. നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാറ്റിങ്ങനെ തഴുകുന്ന രാവിൽ ഹബീബിന്റെ മദീന മുനവ്വറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമുക്കൊരു തവസ്സുൽ ബൈത്ത് ഇല്ല. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ആദി ഔവൽ മൈദരായി പാടച്ചു വച്ച മുഹമ്മദാ. ബദിരിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ. ഇഷ്കറിയാതെ പാടിടുന്നേവർ സ്നേഹഗീതവും കേൾക്കണേ. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. പെരിഞ്ഞങ്ങളെ പബഭാരങ്ങൾ പെരിഞ്ഞങ്ങളെ മക്കൊത്തു ദിത്ത നീലാവേ. പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചപ്പിന്നഴകാണോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ മുഹമ്മദ് നബിമാരിലുള്ള കനിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ്. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ്. തങ്ങളെ
ഷഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറത്തന്നിൽ ഉരുകും ശരീരം ശിദ്ദത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഹജലത്തിനായി കേളൂ ദാഹജലത്തിനായി കേളൂ നേരം കൗസർ നൽകിടാമോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. كفران عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم. من تغفر الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم. من تستر المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم. عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم. ربنا ارحمنا جميعا ربنا ارحمنا جميعا ربنا ارحمنا جميعا لجميع الصالحات يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى ربي صلي وسلم. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയാണ്. ഇന്നിരിക്കുക എല്ലാവരും ഇരിക്കുക. ഒരു 5 മിനിറ്റ് ബഹുമാനപ്പെട്ട സമദ് ഫൈലി നേരത്തെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് നസീഹത്ത് നൽകേണ്ടതായിരുന്നു. ബഹുമാനപ്പെട്ട